നിങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധമായി ആകർഷിക്കാൻ നിങ്ങൾ ഒരു വഴി തേടുകയാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ കുബേർ മുദ്രയുടെ സമ്പൂർണ്ണ ശാസ്ത്രം എന്താണെന്ന് വിശദീകരിക്കും. കുബേർ മുദ്രയുടെ അത്ഭുതകരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ മുൻകരുതലുകളും സമ്പത്ത് പ്രകടനമാക്കുന്നതിന് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും പറയും. അതിനാൽ അവസാനം വരെ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ ജീവിതം വിജയത്തിലെത്തിക്കുന്നതിനും നിങ്ങളുടെ ശാരീരികവും മാനസിക വൈകാര്യവും ആത്മീയമായ ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനുള്ള അറിവുകൾ പകർന്നു നൽകുന്ന ഒരു ചാനലാണ് ഇത്. അതിനാൽ നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ പുതിയ അറിവുകളും അപ്ഡേറ്റുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുബേരമുദ്ര എന്ന പുരാതനവും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു മുദ്രയെക്കുറിച്ചാണ്. ഈ മുദ്ര സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരാനും നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും നിങ്ങളെ സഹായിക്കും. നമുക്ക് കുബേരമുദ്ര എന്താണെന്നും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം. മുദ്രകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഹിന്ദുമത വിശ്വാസമായ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവനായ കുബേരൻ എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കുബേരമുദ്ര നിങ്ങളുടെ ശ്രദ്ധയും ഉദ്ദേശങ്ങളും ഊർജവും സമ്പത്തും പ്രകടിപ്പിക്കുന്നതിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും നിങ്ങളെ സഹായിക്കുന്ന ശക്തമായ കൈമുദ്ര അല്ലെങ്കിൽ ഒരു മുദ്രയാണ് കുബേരമുദ്ര. ഇത് വളരെ എളുപ്പവും എവിടെയും പരിശീലിക്കാൻ പറ്റുന്നതുമായ ഒരു മുദ്രയാണ്. ഒന്നോർക്കുക, ഇതിൻ്റെ പേര് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇത് എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന ഒരു യോഗ മുദ്രയാണ്. എങ്ങനെയാണ് കുബേരമുദ്ര ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങളുടെ പുറം നേരെയായി സുഖപ്രദമായി ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. രണ്ട്, നിങ്ങളുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ ഒരുമിച്ച് കൊണ്ടുവരിക. ഈ വിരലുകൾ ശ്രദ്ധ, ആത്മവിശ്വാസം, ദൃഢനിശ്ചയം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മൂന്ന്, മറ്റ് രണ്ട് വിരലുകൾ നിങ്ങളുടെ മോതിരവിരൽ, ചെറിയ വിരൽ മടക്കി നിങ്ങളുടെ കൈപ്പത്തിയിൽ സ്പർശിക്കുക. നാല്, രണ്ട് കൈകൾ കൊണ്ട് ഈ ആംഗ്യം പിടിക്കുക. നിങ്ങൾക്ക് മെഡിറ്റേഷൻ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ മുദ്ര പരിശീലിക്കാം. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങളോ ദൃശ്യവൽക്കരണങ്ങളോ ഉപയോഗിച്ച് ഈ മുദ്രയെ സംയോജിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനം. ഇനി കുബേരമുദ്ര ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രകടനം. ഭൗതിക സമൃദ്ധി കൈവരിക്കുന്നതിന് നിങ്ങളുടെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും വിന്യസിക്കാൻ കുബേരമുദ്ര സഹായിക്കുന്നു. രണ്ട്, മെച്ചപ്പെടുത്തിയ ശ്രദ്ധയും ഏകാഗ്രതയും. ഈ മുദ്ര നിങ്ങളുടെ ശ്രദ്ധയും മാനസിക വ്യക്തതയും മൂർച്ച കൂട്ടുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. മൂന്ന്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത് നിങ്ങളെ ആത്മവിശ്വാസത്തോടെ ശാക്തീകരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നാല്, ശാന്തത പ്രോത്സാഹിപ്പിക്കുന്നു. കുബേരമുദ്ര സമ്മർദ്ദം ഒഴിവാക്കാനും ശാന്തതയും സമനിലയും കൊണ്ടുവരാൻ സഹായിക്കുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും സ്ഥിരത പ്രധാനമാണ്. സ്ഥിരതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് തീർച്ചയായും റിസൾട്ട് ഉണ്ടാകും. കുബേരമുദ്രയിൽ നിന്ന് യഥാർത്ഥത്തിൽ പ്രയോജനം നേടുന്നതിനും സ്ഥിരത പ്രധാനമാണ്. രാവിലെയും രാത്രിയും 10 മിനിറ്റ് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യുക. ക്ഷമയോടും സ്ഥിരതയോടും കൂടി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു, അല്ലെങ്കിൽ ഐശ്വര്യം സ്വീകരിക്കാൻ ഞാൻ തുറന്നിരിക്കുന്നു എന്നുപോലുള്ള അഫർമേഷനുകൾ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. വളരെ ശക്തവും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ ശക്തമായൊരു മുദ്രയാണ് കുബേരമുദ്ര. ഇത് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സമൃദ്ധി പ്രകടിപ്പിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. ജീവിതത്തിൽ വിജയവും പോസിറ്റിവിറ്റിയും പ്രകടിപ്പിക്കുന്നതിനുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും ഹാപ്പിയായി പോസിറ്റീവായിരിക്കുക.